Hi friends, നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവയുടെ V330 വരുന്ന 7th ജെൻ ലാപ്ടോപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈൻസ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഇത് ലാപ്ടോപ്പ് ഡെഡ് ആണ്. പക്ഷെ നമുക്ക് DC ഞാൻ ഇവിടെ കൊടുത്തു. DC കൊടുക്കുന്ന സമയത്ത് ഇതിൽ ആംബിയർ ആണ് നമുക്ക് നമ്മളെ മിസ്സിംഗ് വരുന്നത്. ഇതിൽ ആംബിയർ എടുക്കുന്നത് 125 മില്ലി ആംബിയർ ആണ്. അപ്പൊ 125 മില്ലി ആംബിയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിസ്റ്റോ ഇൻഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചെറിയ ലീക്കേജ് ഷോർട്ടേജ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഈ കണ്ടീഷനിൽ മനസ്സിലാവും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്കീമാറ്റിക്കിൽ പോവാം. ഈ സ്കീമാറ്റിക്കിൽ പോകുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ 3 വോൾട്ടിന്റെ IC, 3 വോൾട്ട് 5 വോൾട്ടിന്റെ IC. അപ്പൊ ഇതിലൊരു ഡിഫറൻറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 3 വോൾട്ടിന് ഒരു സെക്ഷൻ, അതേമാതിരി തന്നെ 5 വോൾട്ടിന് ഒരു സെക്ഷൻ ഉണ്ടാവുക. ഇതിൽ എന്താ ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 5 വോൾട്ടിന്റെ ഒരു ഏരിയ മാത്രമേ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. 3 വോൾട്ട് ഫുൾ ആയിട്ട് എന്ത് ചെയ്ത് ഡെമ്മി ആക്കി വിടുക ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇവർ എന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വോൾട്ടിന് സെപ്പറേറ്റ് ഇവിടെ IC വേറെ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. 3 വോൾട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിംഗിൾ ബിൽറ്റ് മോസ്ഫെറ്റ് വരുന്ന സെപ്പറേറ്റ് IC വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ മാത്രമേ ഉള്ളൂ. ഇത് ട്രേസ് ഔട്ട് അത് നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു LDOന്റെ ഈ സെക്ഷനിൽ ഷോർട്ടാണ്. അഥവാ ഇത്രയും മില്ലി ആംബിയർ എടുക്കുന്ന 125 മില്ലി ആംബിയർ എടുക്കുന്നത് LDOന്റെ ഔട്ടാണ് നമുക്ക് ഷോർട്ട് കണ്ടത്. ഈ LDOന്റെ ഔട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലാണ്, അഥവാ USB-യുടെ ഈ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇത് USB അതേമാതിരി HDMI ആ ഒരു ലാൻഡ് ആ സൈഡിലേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്ത് എന്നിട്ടുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടീഷനിൽ എന്താ ഷോർട്ടാണ് കാണുന്നത്. നമുക്കിത് മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ കാണുന്നത് എങ്ങനെ വെച്ചാൽ ഇതിന്റെ 5 വോൾട്ടിന്റെ കോയിലാണ് കാണുന്നത്. 3 വോൾട്ടിന്റെ കോയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് കേസിലാണ്, ഇതിന്റെ നേരെ ബാക്കിലാണ് ഇതിന്റെ IC വരുന്നത്, 5 വോൾട്ടിന്റെ IC വരുന്നത്. ഇതിൽ തന്നെ ഇതിന്റെ LDO സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വോൾട്ടിന്റെ LDOന്റെ സെക്ഷന് 13ാമത്തെ പിന്നാ വരുന്നത്. ഈ 13ാമത്തെ പിന്നിൽ ഈ ഫിൽറ്ററിങ്, ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയിട്ടാണ് മനസ്സിലായത്. ഇത് ഷോർട്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുമായി തന്നെ എന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഔട്ടാകുന്നത് Q28 ആണ്. ഈ Q28ന്റെ ഔട്ട് ഇതേമാതിരി ഷോർട്ടാണ് കാണുന്നത്. അപ്പൊ ഈ Q28ന്റെ ഔട്ടിൽ നമ്മൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമ്മൾ മൊത്തമായിട്ട് ബ്രേക്ക് ആണ് ചെയ്തത്. അപ്പൊ AOU കൺട്രോളർ നമ്മുടെ സെക്ഷനിലേക്ക് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്ത് പോവാണ്. പക്ഷെ നമ്മൾ ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രേക്ക് ചെയ്യാം. മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മായി തന്നെ ആ സെക്ഷനിലേക്കുള്ള വോൾട്ടേജ് നമ്മൾ ബ്രേക്കാ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ സിസ്റ്റം വർക്ക് ചെയ്യണ ഡിസ്പ്ലേ വരാൻ USB അതേമാതിരി തന്നെ HDMI LAN ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് സപ്ലൈ ഡയറക്റ്റ് നമ്മുടെ കൊടുക്കാം. ഇപ്പൊ നോർമൽ ആണ് ഈ ആംബിയർ എടുക്കുന്നത്. ഇനി പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സിസ്റ്റം LED ഇപ്പൊ ഈ കണ്ടീഷനിൽ LED വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ലോഡ് എടുക്കുന്നുണ്ടേനു പ്രോപ്പർ ആയിട്ട് ഒരു 400-500 റേഞ്ച് 350 റേഞ്ചിൽ ആംബിയർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ലാപ്ടോപ്പ് എന്താ ചെയ്യാ ഓൺ ചെയ്യാൻ പോവാ. DC ഞാൻ കൊടുത്തിട്ടുണ്ട്. DC കൊടുക്കുന്ന സമയത്ത് 30 മില്ലി ആംബിയർ. അപ്പൊ 30 മില്ലി ആംബിയർ എടുത്താൽ നമുക്ക് മനസ്സിലാവും സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ വർക്കിംഗ് പ്രോപ്പർ ആണെന്നുള്ളത് മനസ്സിലാവും. ഇനി നമുക്ക് എന്താ ചെയ്യാ, 5 വോൾട്ടേജ് ആൾവേസ് സപ്ലൈ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. 5 വോൾട്ടേജ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും LDO ഔട്ട് ആവുന്നുള്ളത് കൺഫേം ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താ ചെയ്യാ, LDO ഇവിടുന്ന് ചെക്ക് ചെയ്യാം. LDO 5 വോൾട്ടേജ് സെറ്റ് ആണ് കാണുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ IC എടുക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സിസ്റ്റത്തിന് വർക്കിംഗ് ഉണ്ടാ നോക്കാം. പവർ ബട്ടൺ പുറത്തൊക്കെ എടുക്കുന്നത്. പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് ഡിസ്പ്ലേ വരുന്നുണ്ടായിരുന്നു. ഓക്കെയാണ്, ഡിസ്പ്ലേ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ട് ആ പാർട്ടിന്റെ സപ്ലൈ ബ്രേക്ക് ചെയ്താ ചെയ്തെന്ന്
ആ ഒരു ഭാഗങ്ങള് കംപ്ലൈന്റ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം മിനിമം ഡിസ്പ്ലേ വരാനുള്ള സൈഡിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല, സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.